ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ കുടിക്കാനായിട്ട് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പാലൊന്ന് വയ്ക്കാം. അപ്പോൾ ആ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ് റീഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഉപ്പ് വെളിച്ചെണ്ണ ഒക്കെ തീരുമ്പോൾ 2 ദിവസമായി ഇപ്പോൾ ഉപ്പ് കഴിഞ്ഞിട്ട് നാളെ ആവട്ടെ എന്ന് ഓർത്ത് അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും പാല് തിളച്ച് വന്നിട്ടുണ്ട്. ചായ എടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉഷാറായതിന് ശേഷം ഇനി നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം. പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയിലേക്ക് ഉപ്പും ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണെങ്കിൽ നൂലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചൊന്നും മിക്സ് ചെയ്യാറില്ല കേട്ടോ. ഞാനിതുപോലെ സ്പൂൺ വെച്ച് ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളിനി കറി റെഡിയാക്കുന്നത് വരെ അത് ആ സ്റ്റീമിലിരുന്നിട്ട് തന്നെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. എഗ്ഗ് കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില, ടൊമാറ്റോ എല്ലാം റെഡിയാക്കി വെക്കാം. ഇതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൽ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് എഗ്ഗ് ഇതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുക്കറിൽ തന്നെയാണ് എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തത് കേട്ടോ. ഞാൻ സെയിം കുക്കറിലേക്ക് വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒരു വിസിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം വെന്ത് നല്ല ഉടഞ്ഞ് വരും. അപ്പോൾ കറിക്ക് നല്ലൊരു ഗ്രേവി ഉണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരൽപ്പം വെളിച്ചെണ്ണയിൽ, ഇതുവരെ നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഈ സമയത്താണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് ഓരോരുത്തരുടെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതുപോലെ പാകപ്പെടുത്തിയെടുക്കുക. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ഇത്തിരി പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാര, വിനീഗർ, ഇത് രണ്ടും ചേർക്കുമ്പോൾ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ പൊടികളൊക്കെ ചേർന്ന് ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ മസാലക്ക് അത്ര വലിയൊരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നത് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. ഉപ്പ് പാകപ്പെടുത്തിയെടുക്കുക. അങ്ങനെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി റോസ്റ്റ് ഏത് ഇതുപോലെ ചെയ്യാം. കുറച്ച് ഗ്രേവിയിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നൂലപ്പമൊക്കെ ആകുമ്പോൾ ഇത്തിരി ഗ്രേവി വേണമല്ലോ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ മോൾഡിലൊന്ന് വെളിച്ചെണ്ണയൊക്കെ സ്പ്രെഡാക്കിയിട്ട് നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ മോൾഡിൽ വെച്ചിട്ട് നൂലപ്പങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരിത്തിരി വലിയ സൈസായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ കയ്യിൽ എക്സ്ട്രാ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓരോന്ന് റെഡിയാകണതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റും. ഇനി ചൂടാറി പോകാതെ, ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, ചൂടോടുകൂടി ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കാസറോളിൽ റെഡിയാക്കി വെച്ചാൽ കഴിക്കുന്ന സമയം വരെ ചൂടായിട്ടിരുന്നോളും. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് റാഗി വെച്ചിട്ട് ഇത്തിരി റാഗി ദോശ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ റാഗി ദോശ, ഗോതമ്പ് ദോശയൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പൊടിയെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടല്ലേ മിക്സ് ചെയ്യാറ്. പക്ഷെ അതിന് പകരം നമ്മൾ ഒരു ഏകദേശം ഒരു കണക്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആ പാകത്തിന് ഉപ്പും ഇട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട്
മിക്സ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് ഒന്ന് റെഡിയായി കിട്ടും. ഒട്ടും കട്ടയില്ലാതെ മാവ് കലക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ ഇപ്പം എത്ര പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിയത്. ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കാം. ഇനി പാൻ വെച്ചിട്ട് നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് 1 സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പാനിലൊഴിച്ചാൽ പരത്തിയെടുക്കാൻ പറ്റും. റാഗി പൗഡർ മാത്രമാകുമ്പോൾ പരത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് റാഗി ദോശയുടെ ഒരു വീഡിയോ ഇതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്തപ്പോൾ പരന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്താൽ മതിയെന്ന്. അത് കറക്റ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് റാഗി ദോശ റെഡിയാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത ആദ്യത്തെ 2 ദോശയും ഇതുപോലെ പൊട്ടിപ്പോയി. അതങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് കെയർ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ അതത്ര അങ്ങോട്ട് പെർഫെക്റ്റായി വരില്ല. പിന്നീട് ഞാൻ ചുട്ട ദോശകളെല്ലാം ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ, അതായത് വീഡിയോ ഓഫാക്കിയിട്ട് ചെയ്ത ദോശകളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ റാഗി ദോശയും കണ്ടോ അതെല്ലാം ഒന്നും പൊട്ടിപ്പോകാതെ കിട്ടി. ആദ്യത്തെ 2 എണ്ണം മാത്രമാണ് അങ്ങനെ വിട്ട് പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓരോ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത കുക്കിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ അഴുക്കൊന്നും ഒരുപാട് ഒട്ടിപ്പിടിച്ചിരിക്കാതെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും. അപ്പോൾ സാധാരണ നമ്മുടെ സോപ്പിൻ്റെ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. എന്തായാലും കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തൊരു ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്തൊരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഇത്രയും നേരം കുക്കിങ്ങിന് എടുത്തതെല്ലാം സിങ്കിൽ ഇതുപോലെ കൂടി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ള ഫിഷ് പിക്കിളിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി അധികം വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഈസി ആയിട്ട് ഒരു പാനിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇതുപോലെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങും. എന്നിട്ട് ചെടികളൊക്കെ ഒന്ന് നോക്കി കരിഞ്ഞതും വാടിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു കെയറിങ്, അത് ഈ ഒരു കെയറിങ് കൊടുത്താലാണ് കേട്ടോ ചെടികൾ നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ അടീനെയൊക്കെ മഴ നന്നായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മുഴുവൻ കേടായിപ്പോവും. ബഡ് റോസ് ഇതുപോലെ ഇടയ്ക്കൊരു പൂവുണ്ടാകും. പിന്നെ വിങ്ക പ്ലാന്റ്, എൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ് വിങ്ക. ഇതെന്താ കാശ്മീരി റോസ്. പിന്നെ വേറൊരു പേര് കേട്ടിട്ടുണ്ട്, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചൈനീസ് ബോൾസം എല്ലാം മഴ വന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് കേട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ നന്നായിട്ട് പിടിക്കുന്ന സമയത്ത് ഇതെല്ലാം പോകും. അത് ബ്രൈഡൽ ബൊക്കെ കാർഡ് പോലെ ആയിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഓർക്കിഡ് ഡാൻസിങ് ഗേൾ, ഒരു കെയറിങ്ങും ഇല്ലാതെ പൂവിടുന്ന ഓർക്കിഡിൽ വെച്ച് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി. അപ്പോൾ അതെല്ലാം ഇത് മുക്കുറ്റിപ്പൂവ്, അരിപ്പൂവ് എന്നൊക്കെ പറയും. ഇനി ഇതെല്ലാം ഒന്ന് നനച്ചെടുക്കട്ടെ കേട്ടോ. ചെടികൾ ഇപ്പം ഈ ഷെയ്ഡിലിരിക്കുന്നതിന് മഴ പെയ്താലും വെള്ളമൊന്നും അധികം കിട്ടാറ് ചാൻസ് കുറവാണ്, അപ്പോൾ വാടി നിൽക്കും. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ.
ഇപ്പോൾ ഇത് വാങ്ങി വെച്ച പേരയാണ് കേട്ടോ. പേരയിൽ ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പേരക്ക് പോലും കിട്ടാറില്ല. വാവലും അണ്ണാനും എല്ലാം വന്ന് നശിപ്പിച്ച് അത് എല്ലാം ചവച്ചിട്ടിട്ടുണ്ടാവും, തുപ്പി തുപ്പി മനുഷ്യർ കഴിച്ച പോലെ. അപ്പോൾ ഉപ്പ അതെല്ലാം ഒന്ന് കവറ് കെട്ടിയിടുകയാണ്. എന്നാൽ മാത്രമേ നമുക്കത് കഴിക്കാനായിട്ട് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റുള്ള പേരക്കയാണ്, പക്ഷെ ഒന്നും കിട്ടാറില്ല. ഇത് കുരുമുളകിൻ്റെ തൈകൾ നേരത്തെ ഞാൻ ഷോർട്സ് വീഡിയോസിലും ലോങ് വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ കുരുമുളകിൻ്റെ ഈ തുഞ്ചിലായിട്ട് വരുന്ന ഈ തളിർത്ത് വരുന്ന ഈ കൂമ്പുണ്ടല്ലോ, ഇതങ്ങോട്ട് നമ്മൾ നുള്ളിക്കളയണം കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ ഇതിൽ കായ പിടിക്കുള്ളൂ. അതല്ലെങ്കിൽ വള്ളി പോലെ ഇങ്ങനെ നീണ്ടു പോയിട്ട് ചെടി നിറച്ചിങ്ങനെ നിൽക്കും, പക്ഷെ കായൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് നുള്ളിക്കളയണം. പിന്നെ കുറച്ച് പനിക്കൂർക്ക, കുറച്ച് പുതിന, ഇത് പുതിന, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം പോകാനായിട്ടുണ്ട് മഴ വന്നിട്ടൊക്കെ. അപ്പോൾ ഇതിനിപ്പോൾ അങ്ങനെ നനച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. അത്യാവശ്യം കുറച്ച് വെള്ളം കിട്ടാറുണ്ട്. പച്ചമുളക്, ഇത് ഞാൻ മാങ്ങ ഉണക്കി വെച്ചത്. മാങ്ങ നമുക്കിങ്ങനെ പച്ചമാങ്ങ കയ്യിൽ കിട്ടുന്ന സമയത്തെ അതിൻ്റെ ആ തൊലിയോട് കൂടി തന്നെ പീസാക്കിയിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് ഒരു 3-4 വെയിൽ കൊള്ളിച്ചതാണ്. ഇപ്പം പിന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയതായിട്ടൊന്ന് ചനച്ച മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുളിമുട്ടായിയൊക്കെ കഴിക്കില്ലേ, ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ മഴ സീസണൊക്കെ നല്ല മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് മാങ്ങ ചേർത്ത് പുളി ചേർത്തൊക്കെ വെക്കുന്ന കറികളിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് പിക്കിൾ ഉണ്ടാക്കാം. ആ റെസിപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ടോ, സൗണ്ട് കേൾക്കാൻ പറ്റുമോ? അതൊന്ന് ബോട്ടിലാക്കിയിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തൊരു പണി. ഇപ്പോൾ ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ് കുറച്ചൊക്കെ മോശമായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇതിപ്പോൾ നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റാണ്. ആകെ ഇൻഡോർ പ്ലാന്റാണ്. ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എങ്കിൽ പോലും വീട്ടിൽ ആളില്ല എന്ന് ചെടിക്ക് തന്നെ മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. അതൊട്ടും ഉഷാറില്ലാതെ ഇലകളൊക്കെ പഴുത്തു. അപ്പോൾ ആദ്യം ഞാനിത് ഫുള്ളായിട്ടൊന്ന് റീപ്ലാന്റ് ചെയ്യാമെന്നാണ് കരുതി. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അല്ലാത്ത ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ലക്കി ബാമ്പ് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് ദിവസമൊന്നും വീട്ടിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതെന്തോ വീട്ടിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ലിവിങ് റൂമിലൊക്കെ വയ്ക്കുമ്പോൾ വിൻഡോ ഒക്കെ ഒന്ന് തുറന്ന് ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും സൺലൈറ്റൊക്കെ കിട്ടിയിട്ട് അത് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീട് അടച്ചിട്ടിട്ടൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴേ ഫുള്ളായിട്ടും ഇരുട്ടിലിരിക്കുന്ന സമയത്ത് ഇതുകൊണ്ടാകാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മണ്ണൊന്ന് കുതിരട്ടെ. ഇനി ഇതുപോലെ ലക്കി ബാമ്പിൻ്റെ കട്ട് നമ്മൾ പുറമെ വീട് ഗാർഡനിലൊക്കെ വെച്ച് ഇതുപോലെ ലക്കി ബാമ്പ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഇതുപോലെ ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ കട്ടിങ്സ് എടുത്ത് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ലക്കി ബാമ്പു നല്ല വെയിൽ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറിൽ വളരും. അതല്ല ഷെയ്ഡിലൊക്കെ വളർത്തിയാൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കും. വാട്ടർ പ്ലാന്റായിട്ടും അതുപോലെ മണ്ണിൽ വയ്ക്കാനൊക്കെ ഒരേപോലെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള, അതുപോലെ കെയറിങ് വളരെ കുറച്ച് മാത്രമുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒന്ന് കുത്തി വെച്ച് റെഡിയാക്കി ഇനി ഇത്തിരി നേരം സൺലൈറ്റിലിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് അകത്തേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.